വന്നോ ലൈവ് വന്നോ മൈക്ക് ടെസ്റ്റിംഗ് ചെക്ക് ഹലോ ചെക്ക് മൈക്ക് വേണേ ഓക്കെ ആണെങ്കിൽ ഓക്കെ ഒന്ന് സ്പാം ചെയ്യണേ. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ദിസ് ഇസ് എ ഷോർട്ട് IRL സ്ട്രീം. ഐ എം വർക്കിംഗ് റൈറ്റ് നൗ. ഓക്കെ, ഞാൻ ഒരു ചെറിയ ഒരു സംഭവം ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല. ഒരു സ്ഥലത്താണ് ഉള്ളത്. എന്തായാലും എറണാകുളത്തല്ല, വേറൊരു ജില്ലയിലാണ്, വേറൊരു സ്ഥലത്താണ് ഞാൻ ഉള്ളത്. അപ്പം ഇവിടെ ചെറിയൊരു കാര്യം, എൻ്റെ ഒരു ജോലി. ഓക്കെ, എൻ്റെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ വന്നിട്ടുള്ളത്. ആ പ്രൊജക്റ്റും കാര്യം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ വരുന്ന ദിവസങ്ങൾ കാണും. അപ്പം പറയാനുള്ള കാര്യം, ഇന്നലെ 1000 വട്ടം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ലൈവ് ഉണ്ടാവില്ല, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്, നാളെ ഞാൻ ലൈവ് വരും, ഒരു ദിവസം ഞാൻ ലീവ് എടുത്ത് നാളെ ലൈവ് വരും. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഇൻബോക്സിലും ഞാൻ ഇടുന്ന സ്റ്റോറീൻ്റെ അടിയിലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും താഴെ പോയിട്ട് ലൈവ് ഇല്ലടാ, തെറിവിളി, അതന്നെ ലൈവ് ഇല്ലടാ, മറ്റേ സാധനമേ, ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതെന്താണ് അതിൻ്റെ എനിക്കറിയണം. ഷമീർ ലീക്കഡോ? അവിടെ എത്ര kbps കാണുന്നത്? എത്ര? 3000 kbps? ഞാൻ 6000 kbps ഇട്ടതോ? ഇപ്പോൾ ഓക്കെയാ ഗൈസ്? നെറ്റ് ഓക്കെ ആണെങ്കിൽ, എൻ്റെ സൗണ്ട് കേൾക്കാമെങ്കിൽ, വീഡിയോ ക്ലിയർ ഉണ്ടെങ്കിൽ ഓക്കെ ഒന്ന് സ്പാം ചെയ്യണം. നോക്കട്ടെ. ലെറ്റ് സി. ഓക്കെ സ്പാം വന്നു. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, സിനിമ സ്വപ്നമൊരു ചാക്ക് തലയിലത് മുത്ത. ഞാനൊരു കാര്യം പറയാം, ഷമീറിന്റെ എല്ലാം കുറെ ആഗ്രഹങ്ങളാണ്, മമ്മൂന്റെ എല്ലാം ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമയൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ എന്താ, നടക്കുന്നില്ല. സംവിധായകന് വേണ്ടത് ആരെ കഥയാ? എന്റെ കഥയാന്ന് വേണ്ടത്. നിനക്ക് ചിക്കൻ റോളേ ഉള്ളൂ, നിനക്ക് സിനിമയിലെ റോളില്ല. നിനക്ക് എന്ത് റോള്? ഇല്ല, റോളൊന്നുമില്ല. ഇവന് റോളൊന്നുമില്ല ഗൈസ്. ഞാൻ പറഞ്ഞേ, ഞാൻ വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അറിയാത്ത ഞാൻ വേറൊരു കാര്യം പറഞ്ഞ. ഇത് ഇന്ന് ഞാൻ ഇട്ട സ്റ്റോറി എടുത്ത് നോക്ക്. നീ സ്റ്റോറി ഉണ്ടോ? അത് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സംവിധായകനെ പറഞ്ഞത്, എന്റെ കഥ സിനിമയാക്ക. എടാ മിണ്ടാടിക്കടാ, ഇതെന്താണിത്? വെള്ളത്തിന്റെ കളർ നോക്കിയത് എന്താണത്? ടാറിട്ടതാ, മറ്റേ ടാറ് വെള്ളം പോലെ ആയാലത്. ഇവന്മാരെ ഇവന്മാരെ ദേഹത്തുള്ള കച്ചറ ഇറങ്ങിയതാ. മമ്മു ആണെങ്കിൽ 3 മാസം കൊണ്ട് കുളിക്കാം. ആദിൽ എക്സ്പോസ് എന്നെല്ലാം പറയുന്ന ആദില 2 വാക്ക് സംസാരിക്കുന്ന ക്യാമറയില് ശരിക്കും. അങ്ങനെ ആദിലും ഫേമസ് ആയി. മറ്റേ മൈക്ക് എടുക്ക്. എടാ അല്ലേ വേണ്ട, നമുക്ക് ഇതെല്ലാം വിറ്റ് പൈസ ആക്കേണ്ട കാര്യം ഉണ്ടാവും. ഇതിനെക്കുറിച്ച് പറയുമ്പോ സായിപ്പിനെ താറടിക്കേണ്ടി വരും. എനിക്ക് അതിന് താല്പര്യമില്ല. പറഞ്ഞിട്ടാരടാ, ഇതിനെക്കുറിച്ച് വെറുതെ ഇതാക്കണം. കോൺട്രവേഴ്സി ലെവലിലേക്ക് പോകേണ്ട കാര്യങ്ങൾ. PC സ്ട്രീം നാളെ PC സ്ട്രീമിൽ സംസാരിക്കാം. അത് വിട്. നമ്മൾ എന്റർടൈനിങ് സ്ട്രീം കൊടുത്താൽ മതി. ഈ കോൺട്രവേഴ്സി പരിപാടി വിടലാന്നല്ലത്. എക്സ്പ്ലനേഷൻ കൊടുക്കണ്ടേ? ഇവരെല്ലാരും വന്ന് ചാറ്റിൽ ചോദിക്കുമ്പോൾ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഇതാണ് സംഭവിക്കുന്നത്, മനസ്സിലായി? ഇതാണ് ഞാൻ സംസാരിക്കേണ്ടി വരുന്നത്. 2 ദിവസം കൂടുമ്പോ ഓരോ കോൺട്രവേഴ്സി ഇങ്ങോട്ട്. അല്ല, ഇന്നലത്തത് ഞാനായിട്ട് എന്റെ വായിന്ന് വീണോയതാണ്. അതെ, വീണു പോലെ ഉണ്ടാക്കുന്നല്ലോ, എങ്ങനെങ്കിലും ആയിട്ട് ഇങ്ങനെ വന്നു പോകുന്നത്. പക്ഷെ ആൾക്കാർ വിചാരിക്കുന്നത് ശരിക്കും ഞാനിത് കരുതി കൂട്ടി ഇവരെ തമ്മിൽ, അതിലും സാഹിബിനും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതല്ലടാ പറയുന്ന ആൾക്കാർ. കുത്തിത്തിരിപ്പ് എന്നല്ലാന്ന് ആൾക്കാർ പറയുന്നത്. എനിക്ക് കാണുമ്പോൾ എന്ത് വിഷമാന്ന് പറയാം മുത്ത. എന്തൊരു വൃത്തികെട്ട വർത്താനം നിങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലൈവിന്റെ ഇതിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ടാമതൊന്നും ചിന്തിക്കൂല. ഇങ്ങനെ വായി തോന്നുന്ന പോലെ ഇങ്ങനെ പറയല, അല്ലാണ്ട് ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ പറഞ്ഞാൽ അറിയാണ്ട് ഇല്ലാത്ത പറഞ്ഞതൊന്നല്ല, ഇത് സംഭവം ഉണ്ടായത് എന്റെ വായിന്ന് വീണുപോയി. അത് പറയരുതായിരുന്നു. ഓക്കെ, അത് നമുക്ക് PC സ്ട്രീമിൽ സംസാരിക്കാം അതിനെ കുറിച്ചല്ല. ഓക്കെ, ഇതിപ്പോൾ എന്തായാലും ഞാൻ ഒരു 10-15 മിനിറ്റ് ലൈവുള്ളൂ. ജസ്റ്റ് ഒരു ഷോർട്ട് IRL ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് വന്ന് കോൺട്രവേഴ്സി കാര്യങ്ങളിലേക്ക് ഇതാക്കല്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തരുന്നത്, സിനിമ
അപ്പൊ നാഷണൽ അവാർഡ് ജേതാവായ സംവിധായകൻ പറഞ്ഞത് എന്റെ കഥ സിനിമയാക്കണമെന്നാണ്. അതിനെ കുറിച്ച് ഷമീറിന് 2 വാക്ക് പറയണം. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ മോന് സിനിമയൊന്നുമില്ല അല്ലെ, എന്റെ മോനിന് സിനിമ അയാള് റീച്ചിന് വേണ്ടിട്ട് മറ്റേ ഇവന്റെ പേരും വൃത്തികേടാടാ നീ പറയുന്നത്. എന്തൊരു വൃത്തികേടാ സിനിമ എടുക്കുന്നു. ആരെ കുറിച്ചാ ഇതേപോലത്തെ ഒരു 10 ലൈവ് ചെയ്ത് കൊടുക്കുന്നതാണെന്നില്ല നാറി. ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ്. നല്ല വെറുതെ ഒരു കാര്യമില്ല. ഓരവിടെ കുളിക്കാൻ പോകുന്നതിന്റെ ഇടക്ക് ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ ലൈവിന്റെ ഇടക്ക് വന്നിട്ട് TV ഓൺ ആക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടാനുള്ള ശരിയായൊരു ശിഖണ്ഡി മുഖവും അവന്റെ നോക്കണം. അവന്റെ ട്രാൻസ്ജെൻഡർ മുഖം കൊണ്ട് അവൻ ഇറക്കിയിട്ടുണ്ട് അവര്. അപ്പൊ ട്രാൻസ്ജാസി നിങ്ങക്ക് ഇവന്റെ സിനിമയെ കുറിച്ച് എന്താ പറയാ? നല്ല അഭിപ്രായം. കാരണം മാത്രമല്ല ഞാൻ നേരിട്ട് കാണുന്ന ഒരു സംഭവം 2-3 മാസം ഷമീറല്ല 2-3 മാസമായിട്ട് ഇതേപോലത്തെ പല ടോപ്പിക്. അല്ല വേറെ കാര്യം നിങ്ങൾ വിശ്വസിക്കൂല, ഞാൻ പറയുന്നത് വിശ്വസിക്കൂല. ഇപ്പൊ ഈ ഡയറക്ടറല്ല എന്റെ കഥ സിനിമ ആക്കണം എന്ന് പറയാം. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 3-4 മാസത്തിന്റെ ഇടയിലായിട്ട്, അതിന് മുന്നേ ഒന്നും ഇങ്ങനെ ഉണ്ടായില്ല, 3-4 മാസത്തിന്റെ ഇടയിലായിട്ട് ഒരുപാട് സിനിമക്കാരായിട്ട് ഞാൻ സംസാരിച്ചത്. ഈ സ്ട്രീമിംഗ് എന്നുള്ളത് എന്തോ ഞാൻ പറയുമ്പോൾ ഇല്ലാത്ത നിങ്ങൾ വിചാരിക്കും. ശരിക്കും അതിൽ ഒരാൾ പ്രോപ്പർ സ്ട്രീമിങ് കഥയാക്കാൻ വേണ്ടിട്ട് അത് പറയല്ല, പേരൊന്നും പറയില്ല. ഞാൻ പറയുന്നത് പല സിനിമക്കാരായിട്ട് ഞാൻ സംസാരിച്ചത്. അപ്പൊ സ്ട്രീമിങ് കഥയാക്കാനും വന്നിട്ട് എനിക്കൊന്ന് ഈ 3-4 മാസത്തിന്റെ ഉള്ളിൽ സ്ട്രീമിങ്ങിന് എന്തോ ഒരു മാറ്റം വന്നു. ആൾക്കാർ എക്സ്പോഷർ കിട്ടിയെന്നു. കാരണം ആൾക്കാർ തിയേറ്റർ ഓഡിയൻസിലേക്കെല്ലാം സ്ട്രീമിംഗ് എത്തിക്കാന്നാലും പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ വെച്ച് ഇവര് വന്നിട്ട് നമ്മളെ ആക്കാൻ വേണ്ടിയിട്ട് കഥ പറയുന്നത്. പക്ഷെ ശരിക്കും ആക്ച്വലി ഒരാൾ കഥ പറഞ്ഞിട്ടാണ് സ്ട്രീമിങ്ങിന്റെ കഥയാക്കുന്നത്, മനസ്സിലാവും. പിന്നെ വേറൊരാൾ അത് സ്ട്രീമിംഗ് ആയിട്ട് ബന്ധമില്ല, പക്ഷെ സ്റ്റിൽ ഇതുമായിട്ട് ബന്ധമുള്ള ഒരു ടോപ്പിക്കിന്റെ കഥയും പറഞ്ഞു. നീ ഇൻക്ലൂഡ് ആവുന്നതുകൊണ്ട് അങ്ങനെ ഒരു കഥ ഇതാക്കുന്നതായിരിക്കും നിന്നെ വെച്ചിട്ട്. അപ്പൊ കുര്യൻ എവിടെയാ? കുര്യൻ എല്ലാരും കുര്യൻ സ്പാമിങ് ചാറ്റ് നോക്ക്. ജാസ് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ട് കുട്ടിക്കൊരങ്ങനെ പോലെ ഇവന്റെ മേത്തെല്ലാം കയറി ഇരിക്കുന്നല്ലേ. ഒരു കോമാളിയാണ്. അങ്ങനെ നമ്മള് പുതിയ പരിപാടി പരീക്ഷ നോക്കാം. എന്ത് ഇതാണ് പുതിയ പരിപാടി? ഏത് പുതിയ പരിപാടി? ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ട് ഇവ എന്തെല്ലാം ചെയ്യുന്ന മരത്തുമ്പോ വെല്ല് കയറുന്ന പോലെ പറയുന്നത് ഷമീറാന്ന് ഓർക്കണം. അല്ല ഷമീർ എന്തെല്ലാം ചെയ്തിട്ടാ ഫേമസ് ആയത്? ഷമീർ ഇങ്ങനെ ചെയ്തില്ല. നീ സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചത് അല്ലല്ല. മമ്മു താന്നപ്പോ മമ്മുവിന്റെ കുളിസീന്റെ പ്രശ്നം വന്നപ്പോ മമ്മുന്റെ തലയിൽ ചവിട്ടിയിട്ട് അത് ഷമീർ കയറിയത്. അത് ഇതെല്ലാം നിങ്ങൾ പറയുന്നത്. അല്ലല്ല, കുര്യാക്കോസ് അന്നെ ഇടക്കിടക്ക് വിളിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താ? ഇതാ കുര്യാക്കോസ് കണ്ണൂർ കിങ്. എന്ന് പറയാൻ കാരണം കണ്ണൂരിൽ വന്ന ഡ്രഗ് ബസ്റ്റിൽ മിലിറ്ററി പോലീസും ഇല്ല. അവന്റെ പേര് ഷമീർ. കൈദിയിലെ ഡയലോഗ്. ഇതെന്തിനാ കുര്യാക്കോസും ഷമീറും തമ്മിൽ എന്താന്നൊരു ഡിസ്പ്യൂട്ട്? നമ്മള് ഗ്രേറ്റ് ഫ്രണ്ട്സ് അല്ലേ? എൽ സ്ട്രീം ബ്രോ. ഐ ഡോണ്ട് ഹാവ് എ PC. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. എനിക്ക് റോഡിൽ ഇറങ്ങി സ്ട്രീം ചെയ്യാൻ പോലും പറ്റില്ല. റോഡിൽ ഇറങ്ങിയിട്ട് ഏതാ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്താ ചെയ്യുന്നതെന്നോ ഞാൻ ഇത് എന്തിന്റെ ഷൂട്ടിനാണ് വന്നതെന്ന് എന്താ പ്രൊജക്ട് എന്നൊന്നും നിങ്ങളെ അറിയിക്കരുതെന്ന് എനിക്ക് റിവീൽ ചെയ്തിരുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് IR പുറത്തിറങ്ങി IR ചെയ്യാൻ പറ്റില്ല. PC സ്ട്രീം ചെയ്യാൻ വേണ്ടി എൻ്റെ ഇവിടെ PC ഇല്ല. അപ്പോൾ പിന്നെ എൽ സ്ട്രീം അല്ലാണ്ട് വേറെ നിങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഓക്കെ, എൽ സ്ട്രീം എല്ലാം തോന്നുന്നെങ്കിൽ ഇറങ്ങി പോവുക. നിങ്ങൾ അത്രയും ആൾക്കാർ തെറി വിളിച്ച് എന്നോട് ലൈവ് ഇടാ എത്തി മോനെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്ന് ലൈവ് ഇട്ടത്. ഓക്കെ, 10 മിനിറ്റ് ആയ അത്ര സമയം നമ്മൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 11 മിനിറ്റ്. ഒരു 10 മിനിറ്റ് കൂടി ചെയ്യാം, ഒരു 5 മിനിറ്റ് കൂടി ചെയ്യാം. ഓക്കെ, എനിവേസ് ബിഗ് ബോസ് ഇതെന്താണ്? ഞാൻ ഇതിനെ കുറിച്ചെല്ലാം സംസാരിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏതാ അഭിനയം തൊപ്പി? ഇന്നലെ ലൈവിൽ പറയേണ്ട ഒരു കാര്യമല്ലാത്ത വിഷയം എടുത്തിട്ടുണ്ട് മോന്റെ അഭിനയം. നിങ്ങൾ എന്തുവാണേലും വിചാരിച്ചോ, എൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇന്നലെ ആ സ്ട്രീമിന്റെ ഇടക്ക് ആ ടോപ്പിക്കിലേക്ക് എൻ്റെ സംസാരം എത്തിയത് ഒന്നും കണ്ടു നോക്കും, ഒന്ന് വീഡിയോ എടുത്ത് ബാക്ക് അടിച്ച് കണ്ടു നോക്ക്. അത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഞാനില്ല. ഓക്കെ, അത്രയോ അറിയാണ്ട് മറ്റേ വായിന്ന് വീണോയ ഒരു സംഭവമാണ്, മനസ്സിലായി? ആ ഒരു ഹീറ്റോ കോൺവെർസേഷന്റെ ഹീറ്റിൽ അറിയാണ്ട് വായിന്ന് വീണോയ കാര്യം. അതിന് അത്രയും ഞാൻ അപ്പോളജൈസ് ചെയ്യുകയും ചെയ്തു. ഇന്നലെ രാത്രി ഞാൻ സായിപ്പിനെ വിളിച്ച് അത്രയും പ്രാവശ്യം ഞാൻ വിളിച്ച് എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവനോട് ചോദിച്ചറിയാം, എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ അത്രയും എന്താ പറയുക, അവനോട് അത്രയും പ്രശ്നം ഞാൻ സോറി ചെയ്തും പറഞ്ഞു. കാരണം അതിലും സായിപ്പും തമ്മിലുള്ള വിഷയം, അതിലും സായിപ്പും ബാക്ക്ഗ്രൗണ്ടിൽ തീർക്കേണ്ട കാര്യമാണ്. അത് ഞാൻ എൻ്റെ ലൈവിലേക്ക് എടുത്തിട്ടത് മൈ മിസ്റ്റേക്ക്, കംപ്ലീറ്റ്ലി മൈ മിസ്റ്റേക്ക്. ഓക്കെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുവരെ നീ സായിപ്പായിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല, അതൊരിക്കലും വരാനും പോകുന്നില്ല. അങ്ങനത്തെ ഒരു അടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ട കാര്യമില്ല. ഇതെന്ത് ആട് 3 എന്ന് പറയുന്ന എല്ലാവരും? ആട് 3 എന്താ? നോ ബ്രോ, ആട് 3യോ? ആട് 3 എന്താ? ആട് 3 എന്ന് പറഞ്ഞ സിനിമയാണോ? സിനിമയാന്ന് തോന്നുന്നു.
അത് എപ്പാന്ന് വരുന്നത് അടുത്ത? എനിക്കറിയില്ല. ഇതെന്താ ചെയ്ത് കൂട്ടുന്നത്? കുയ്യാനകള് കുളിക്കുന്ന പോലെ ഇതാ നോക്കേ, 2 കുയ്യാനകള് കുളിക്കുന്ന പോലെ ചെയ്യുന്നേ. എടാ അതിന്റെ കളർ എന്താടാ? വെള്ളത്തിന്റെ കളർ എന്താടാ ഇങ്ങനെ? ഇതെന്താത്? ആ വെള്ളത്തിന്റെ കളർ എന്താ ഇങ്ങനെ ആയത്? നമുക്ക് തൂറിയിടാൻ മറ്റും ചെയ്തെന്ന് തോന്നുന്നു, അല്ലാണ്ടൊന്നും ഇങ്ങനെ ഒന്നും കളറാവൂല. എടാ അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അത് ഒരാൾ ചാറ്റിൽ പറഞ്ഞൊരു ഐഡിയ ആണ്. ലാപ്പ് എടുത്തിട്ട് അത് നല്ലൊരു സംഭവമാണ് കേട്ടോ. അതായത് നമ്മളിങ്ങനെ എവിടെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയമുണ്ടല്ലോ, അതായത് നമ്മൾ ഇങ്ങനത്തെ പുറത്തെവിടെങ്കിലും വരുന്ന സമയത്തെല്ലാം ഒരു നല്ല ഹൈ പവർഫുൾ പെർഫോമൻസ് ലാപ്ടോപ്പ് വാങ്ങി വെക്കുവാണെങ്കിൽ ആ ലാപ്ടോപ്പിൽ സ്ട്രീമിങ്ങിന്റെ എല്ലാ സാധനവും കണക്ട് ചെയ്തെടുക്കാം. പക്ഷെ അതിനൊരു സ്ട്രീമിംഗ് ബാക്ക് പാക്ക് ഉണ്ടാക്കണം ആദ്യം. വാങ്ങിയാ പോരെ? ക്യാമറ, മൈക്ക്, സാധനങ്ങള്, എല്ലാ സാധനവും എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഒരാളത് സെറ്റ് ചെയ്യാനായിട്ട് ഇരിക്കണം. അതിന് 1 മണിക്കൂർ എടുക്കും. ലാപ്പിൽ ഹബ്ബ് കണക്ട് ചെയ്തിട്ട് ഒരു 10 സാധനങ്ങൾ കുത്താനുള്ള ഹബ്ബ് കണക്ട് ചെയ്യണം. എന്നിട്ട് അതിൽ മൈക്ക്, ക്യാമറ, സ്ട്രീം ഡെക്ക്, അത് ഇത് എല്ലാം കണക്ട് ചെയ്യുക, സ്പീക്കർ. അതേ നടക്കും. കാരണം ഇപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോവാ. ഇനിയിപ്പോ ഇതേപോലെ തന്നെയാണ് നമ്മളെ. അതെ, ഇനി അധികം നമ്മൾ ട്രാവൽ ചെയ്യായിരിക്കും. അപ്പൊ നമുക്ക് PC സ്ട്രീം ചെയ്യാൻ അത് നല്ലൊരു ഐഡിയ. അത് ആരാ ഐഡിയ പറഞ്ഞത്? ഓന്റെ പേരെന്താ മുത്തേ? താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഐഡിയ. അപ്പൊ നമ്മള് നാളെ തന്നെ പോയിട്ട് ഒരു ഹൈ പെർഫോമൻസ് ലാപ്ടോപ്പ് എടുക്കാൻ പോയതാ. ഏതെടുക്കും? സ്ട്രീമിങ്ങിന് പറ്റിയൊരു ഹൈ എൻഡ് സാധനം നമുക്ക് എടുക്കാം. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്ട്രീമിങ്ങിന്റെ സാധനങ്ങൾ, ക്യാമറ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാം. ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു റൂമിലാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഈ ടേബിളിന്റെ മുകളിൽ സ്ട്രീമിംഗ് സെറ്റപ്പ് ആക്കുക, ക്യാമറ. എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ലൈവ് ചെയ്യുക. അല്ലേ? നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടിയല്ലേ? കാര്യം. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, എവിടെ പോയാലും ഒരു ടേബിൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരിക്കലും റൂമൊന്നും നമുക്ക് IR അങ്ങനെ ചെയ്യാൻ പറ്റൂല. റൂമൊന്നും IR പുറത്തിറങ്ങി വീടിനാണ് എനിക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. മാക്ക് എടാ, മാക്കാണോ വിൻഡോസ് ആണോ നല്ലത്? മാക്ക് ഇല്ലടാ, മാക്ക് വിൻഡോസ് ആണ് യൂസർ ഫ്രണ്ട്ലി. വിൻഡോസ് നല്ലത്, മാക്കില്ല. വിൻഡോസില് ഉള്ളതിൽ ഏറ്റവും കൂടിയത് എടുക്കാം. മാക്ക് എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല. മാക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ തന്നെ മാക്ക് സ്ട്രീമിംഗ് ഫ്രണ്ട്ലി അല്ല, എഡിറ്റിംഗ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. അതെന്താന്ന്? സിലിക്കൺ ചിപ്പ് ജനറേഷൻ M3 അങ്ങനത്തെ M4 എടുക്കലാണല്ലോ. M4 കുറിച്ചാണല്ലോ അഭിപ്രായം കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ചളി പറഞ്ഞിട്ട് നീ കുട്ടൂന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരും. അല്ല, ഞാൻ ഒരു ചളി പറഞ്ഞാ വലിയൊരു തെറ്റ്. ഒരു സെക്കൻഡ്. ഷുക്കൂർ പറ ബ്രോ. യെസ്, സമയമായോ? ഷൂട്ടിന് സമയമോ? എത്ര ടൈം എടുക്കും? വാ, ഇനി നമുക്ക് ആനക്കുട്ടികളെ കുളി കാണാൻ വേണ്ടി പോവാ. ഇങ്ങ് വാ. ഏത് ആനക്കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, നീ ഇതെല്ലാം ഇട്ടിട്ടാ വിളിക്കല്? ആ വെള്ളത്തിന്റെ കളർ എന്താ അങ്ങനെ? ആ വെള്ളത്തിന്റെ കളർ എന്താ അങ്ങനെ? കണ്ടെത്തി ഞാൻ. അയക്കെന്ത് തൊക്കില്ല? നിന്റെ എല്ലാം തൊടയിലുള്ള അയക്കാന്നത്. പിന്നെ ഇത് ആടുത്രീ ഒന്നല്ല, നമ്മളിവിടെ ഒരു പ്രൊമോഷനും അങ്ങനത്തെ എന്തെല്ലോ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ്. 3 ആടാണോ ആടുത്രീ? ഇവിടെ ആടില്ലല്ലോ, ഇവിടെ പോത്ത് അല്ല, ആന മാത്രല്ലേ ഉള്ളൂ. മ്യൂസിക് വീഡിയോ, മറ്റേ ഇതാ ആഡ് വീഡിയോ, ആഡ് ഷൂട്ട്. ആഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആഡ്. അതാ നിങ്ങൾ ഉദ്ദേശിച്ച ആഡ് 3. ഓക്കെ, ആഡ് ഷൂട്ട്, ആഡ് 3 അങ്ങനെ. ഞാൻ വിചാരിച്ചു 3 ആടായിരിക്കും. രാത്രി മട്ടൻ വാങ്ങിച്ചാലോ? എന്നാ പിന്നെ മട്ടനാക്ക്. അല്ല, മട്ടൻ മാത്രല്ല, ഹണി. ലൊക്കേഷൻ ലീക്ക്ഡ് കാസർഗോഡ്. ഓ, അടിപൊളി, കണ്ടുപിടിച്ചിട്ടുണ്ട്. അയ്യോ 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 അയ്യോ, കണ്ടുപിടിച്ചേ. രക്ഷപ്പെടാ. അയ്യോ അയ്യോ, കാസർഗോഡാണ്. അയ്യോ, നമ്മൾ കാസർഗോഡാണ് ഉള്ളത്. അയ്യോ, ഒന്ന് പോടാ മോനെ. നീ എങ്ങനെ മസിട്ട് നോക്കിയാൽ നിനക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സിലാടാ? കുറുക്കന്മാരല്ല, മസിട്ട് നോക്കിയ പോലും കിറുക്കന്മാർക്ക് കിട്ടൂല. മണ്ണല്ലേ ഇത് കടിക്കോ? ഇത് കുളിച്ചിട്ട് മണം മാറുന്നില്ലല്ലോ.
ചില ആൾക്കാർക്ക് ലൊക്കേഷൻ കിട്ടിയോ? ഇല്ല കിട്ടിയിട്ടില്ല. ഏയ് എടാ നമ്മള് പാലക്കാടല്ലല്ലോ ഉള്ളത്. അങ്ങനെ ആക്ടിങ് ആയ പാലക്കാട് നല്ല അറിയാണ്ട് പാലക്കാട് നിന്ന് വീണ് പോയ പോലെ പാലക്കാടല്ല ഉള്ളത്. ഇവന്റെ പുതിയ ട്രിക്കാണ്. എന്നാ ഞാൻ പറയാ നമ്മള് കണ്ണൂരും അല്ല ഉള്ളത്, കോഴിക്കോടല്ല, മലപ്പുറത്തും അല്ല, പത്തനംതിട്ട തീരെയല്ല. ഓക്കെ ഞാൻ എല്ലാ ജില്ലേന്റെ പേരും അറിയാം. അപ്പൊ ഞാൻ ഉള്ള സ്ഥലത്തിന്റെ പേര് പറയുമ്പോ എന്റെ വോയിസ് ഇടറുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ കള പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഞാൻ എല്ലാ ജില്ലേന്റെ പേരും അറിയാം. കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, തൃശ്ശൂര്, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം. 12 14 ഇടുക്കി, തൊടുപുഴ, മലപ്പുറം പറഞ്ഞല്ലോ, കോട്ടയം, ആലപ്പുഴ പറഞ്ഞില്ല. ആലപ്പുഴ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം. നമുക്ക് ശരിക്കും 14 ജില്ല അല്ല ഉള്ളത്. എവിടെ കൊറേ ജില്ലന്റെ പേര് വരുന്നുണ്ട്. ഇതിപ്പോ ഇത് എല്ലാ ജില്ലയും നിങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ആട് 3ന്റെ ഷൂട്ടൊന്നുമല്ല ഗൈസ്. അങ്ങനെ നിങ്ങൾ ഇതാക്കണ്ട. ആട് 3ന്റെ കാര്യം എന്താ പറയുക, എനിക്ക് അത് കൺഫേമും ആയിട്ടില്ല, കൺഫേം ആകാണ്ടും ആയിട്ടില്ല. മനസ്സിലായി, അതില്ലാന്ന് ഉറപ്പായിട്ടില്ല, അത് ഉണ്ടെന്ന് ഉറപ്പായിട്ടില്ല. അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു ഇതിലായിക്കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ആട് 3നെ കുറിച്ച് ഒന്നും സംസാരിക്കാത്തത്. മനസ്സിലായി, അല്ല ഉണ്ടെങ്കിൽ ഞാൻ ഇല്ല ഉണ്ടെങ്കിലും പറയാൻ പറ്റില്ല. അതാണ് ഇപ്പം ഞാൻ ഒരു ഉറപ്പില്ല, കറൻ്റ്ലി ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെറുതെ അങ്ങനത്തെ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. ഓക്കെ, എനിവേസ് ഷാജി മസ്താൻ കൈലാസോ? കൈലാസത്തിൽ ശിവനാടാ. ഷാജി പാപ്പൻ മസ്താൻ മേലെ പാപ്പൻ ഷാജി പാപ്പൻ യാറ് പാപ്പൻ നമ്മളിപ്പോൾ എവിടെയുള്ളത്? ഇതെന്താ കർട്ടനല്ല ഇത്? കർട്ടനല്ല ഇത്? ഓക്കെ ഗൈസ്, ഇറ്റ്സ് ബീൻ എത്ര സമയം? ഓക്കെ, ഇറ്റ്സ് ബീൻ 20 minutes ഗൈസ്. ഞാൻ 10 minute ലൈവ് ഇടാന്ന് പറഞ്ഞാൽ വന്നത്. അപ്പം അത്രേ ഉള്ളൂ. പുറത്തിറങ്ങാൻ പറ്റുമെന്ന് നമുക്കൊരു 1-2 മണിക്കൂർ ചെയ്യായിരുന്നു, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല ഇവിടുന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ലൈവ് എൻഡ് ചെയ്യാണ്. നാളെ എന്തായാലും ലൈവ് ഉണ്ട്. നാളെ എന്തായാലും ലൈവ് ഉണ്ട്. നാളെ നമ്മൾ ക്യാൻസറിനെതിരെ പോരാടാൻ പോവുകയാണ്. ബീറ്റ് ക്യാൻസർ, ഫൈറ്റ് അഗൈൻസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞ ഹാഷ്ടാഗോട് കൂടി ഒരു ഓർഗനൈസേഷനുമായിട്ട് കൈകോർത്തിട്ട് നമ്മൾ ക്യാൻസറിന്റെ ക്യൂറിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ പോയത് നാളെ രാത്രിത്തെ ലൈവിൽ. ഓക്കെ, അപ്പോൾ എനിവേസ് സീ ഗൈസ് ടുമാറോ. നാളെ ഞാൻ തിരിച്ചെത്തും. അപ്പം ഇന്നത്തെ ലൈവ് നോ എൻഡ് വരുന്നുണ്ട്. നോ എൻഡ് എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യാനുണ്ടോ ഗൈസ്? നിങ്ങളെല്ലാ ഞാൻ ഏത് ലൈവ് എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോ എൻഡ് എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യുന്നുണ്ട്. എന്ത് കാര്യം, ഞാൻ എന്ത് ചെയ്യാനാ? എടാ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതിനെ ഇടുമ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ 10 minute ചെയ്യുമോ? മനസ്സിലാവും. തൊപ്പിയും ട്രിവാൻഡ്രം ഇല്ലടോ, ഇല്ല അതെന്താ? ഞാൻ കണ്ടോ ഈ സാധനം? മതിയടാ നിന്റെ എപ്പോഴും നിന്റെയും മമ്മൂന്റെ ഈ കോമഡി ഇങ്ങനത്തെ കൊറേ എന്താണ് അവന്റെ ഈ കക്കൂസ്, ഈ ഷഡ്ഡി തന്നെ ഇതെല്ലാം ഇവന്റെ കണ്ടന്റ്. ഇവനൊരു നാണുമാനൊന്നും ഇല്ല. അപ്പൊ ഇത് ആടുള്ള കർട്ടനും വലിച്ചു വരിയിട്ട് കണ്ടന്റ് ആക്കാൻ വേണ്ടി വന്നതാ. കിങ്ങിണി എന്തല്ല ഈ മരടിനെല്ലാം കിങ്ങിണിന്നാ വിളിക്കല്. എന്ത് മരടി? അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാരും നോയന്റ് ചാറ്റ് മൊത്തം നോയന്റ് എന്നാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാനാ, എന്റെ ആണ് പറയില്ല ഗൈസ്. അപ്പം സീ ഗൈസ് ടുമോറോ. ബൈ ലവ് യു ഗൈസ്. ഞാനുണ്ട് ഒരു സൂയി പറ, എന്നിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. സൂയിലുണ്ട്. എന്താണ് ബംഗാളി ഭാഷ? ഷാജി മത്ത് എന്റെ ലൈവ് സെഷൻ അടിക്ക്. എന്റെ ലൈവ് സെഷൻ എന്നിട്ട്